ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വഴിയിൽ പെട്ടുപോയിരുന്ന വണ്ടിയാണ്. നമ്മൾ പോയി വണ്ടി എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെയാണ് അതിൻ്റെ മെയിനായിട്ട് വന്നതാണ് കംപ്ലയിൻറ്റ്. ഇതാണ് ശരിക്കും എൻ്റെ മെയിനായിട്ട് വന്നതാണ് കംപ്ലയിൻറ്റ്. കാരണം പ്ലഗ് ഷോർട്ടായിട്ട് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചതാണ്. അതാണ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ കാരണം. പക്ഷെ അത് ശരിക്കും അങ്ങനെ കാണിക്കാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ചോക്കിൻ്റെ കേബിളൊക്കെ ഇവിടെ പൊട്ടി കിടക്കുകയാണ്. കണ്ടത് ഈ ചോക്കിൻ്റെ കേബിള് പൊട്ടിയിട്ട് ചോക്കിന് വലിഞ്ഞ് നിൽക്കാറുന്നു. വലിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംഭവിക്കുക എന്താ വെച്ചാൽ പെട്രോൾ കൂടുതൽ എൻജിൻ ഹെഡിലേക്ക് ചെല്ലുകയും അത് ഫുള്ളായിട്ട് കത്തിക്കാനുള്ള ഇഗ്നീഷൻ ഈ പ്ലഗിന് കൊടുക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ആ പ്രോബ്ലം വന്നിട്ട് സംഭവം കംപ്ലീറ്റ് കാണിച്ചു പോയത്. അപ്പോൾ നമുക്ക് പ്ലഗ് മാറ്റിയിടണം, അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ മാറ്റിയിടണം. കാർബേറ്ററിൻ്റെ അവസ്ഥ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തിരുന്നു. കാർബേറ്റർ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ കയറിയിട്ട് ബ്ലോക്കാണ്. അപ്പോൾ അതും നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട്. ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ പൊടി കയറിയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇത് വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ്, പക്ഷേ ഒറിജിനൽ ഫിൽറ്റർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളൂ. അപ്പോൾ നിലവിൽ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിടാം. കാരണം എന്ന് വെച്ചാൽ ഈ ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൊടി കയറി കുറച്ച് സാധാരണ നമ്മുടെ കമ്പനി എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ നിൽക്കില്ല. അത് കാരണം പെട്ടെന്ന് കയറി ബ്ലോക്കായി പോവുകയും നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് മൈലേജിൻ്റെ കംപ്ലയിൻറ്റ്, ഇങ്ങനെ പ്ലഗ് പോകുന്ന കംപ്ലയിൻറ്റ്, കെഡിലെ കരിയുടെ അളവ് കൂടുക, അതൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു നഷ്ടം നോക്കേണ്ട ആവശ്യമില്ല. എയർ ഫിൽറ്റർ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കളയാം. അതേപോലെ തന്നെ പ്ലഗ് മാറ്റിയിടാം. കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ആ സെക്ഷൻ അങ്ങോട്ട് കറക്റ്റ് ആയിക്കോളും. അതായത് എയർ വലിച്ച് ഹെഡിലേക്ക് കാർബറേറ്റർ വഴി പെട്രോൾ മിക്സ് ചെന്ന് കത്തിച്ച് കളയാം. അതാണ് ശരിക്കും അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം ക്ലിയറായി പൊക്കോളും. കൂട്ടത്തിൽ നമുക്ക് ആ ചോക്കിൻ്റെ കേബിളും മാറ്റി ആ ഭാഗം റെഡിയാക്കാം. പിന്നെ വണ്ടി സെൽഫ് ഇനി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടായിരിക്കാം വണ്ടി കുറേ നേരം സെൽഫൊക്കെ അടിച്ചിട്ടുണ്ടാവാം. നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. 2022 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 12.5 വോൾട്ടോളം കഷ്ടിയായിട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കാം, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ. എങ്കിൽ കൂടി 2022 മോഡൽ ബാറ്ററി ആയതുകൊണ്ടും നമ്മളിങ്ങനെ കുറേ നേരം സെൽഫ് അടിച്ചിട്ട് ഡാമേജ് വന്നതാണുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചാർജിൽ ഇപ്പോൾ വണ്ടിമേന്ന് ബാറ്ററി അഴിച്ചിട്ടൊന്ന് പുറത്തെടുത്ത് നമുക്ക് ചാർജിലൊന്ന് ഇട്ട് നോക്കാം. ചാർജിലിട്ടിട്ട് വീണ്ടും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് നോക്കാം. ഇത്രയും ഭാഗം ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം വണ്ടി നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്താം. അതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിലവിൽ നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റാണ് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്താൽ തന്നെയാണ് നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് എത്ര ചിലവ് വരുമെന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നതിന് ശേഷം നമുക്കത് ചെയ്യാം. എന്നിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ. നമ്മളിപ്പോൾ ഓടിച്ചെല്ലാം ഇങ്ങടേക്ക് കൊണ്ടുവന്നേ, നമ്മൾ ഏകദേശം ഒരു ചവിട്ടി തല്ലിലേക്കാണ് ഇവിടെ എത്തിച്ചത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വണ്ടി ഓടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ദിവസം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.